Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Okay. Prayer പറഞ്ഞു കേട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. Sign in. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Ms. Aparna ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am, and once again, a very warm welcome to you. Thought of the day: imagination is more important than knowledge. Once again, imagination is more important than knowledge. Albert Einstein. Thank you. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണോ ഡിസ്കസ് ചെയ്തത്? Yes, ma'am. Factors that influence emotional development. ഓക്കെ കേട്ടാ. അതില് എല്ലാ ഫാക്ടേഴ്സും ഡിസ്കസ് ചെയ്തോ? Yes, ma'am. ഇനി റോൾ ഓഫ് ദി ടീച്ചർ അടുത്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് റോൾ ഓഫ് ദ ടീച്ചർ ആണ്. സോ എന്തെങ്കിലും നമ്മൾ പറഞ്ഞല്ലേ, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് വളരെ എന്താണ് ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഫിസിക്കലി വീക്ക്നെസ്സോ അല്ലെങ്കിൽ ഡിസബിലിറ്റീസോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് അതിന് വളരെയധികം അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും ഫിസിക്കൽ വീക്ക്നെസ് നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടെത്തി ആ കുട്ടിക്ക് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ നോർമൽ ആയിട്ട് എല്ലാ കുട്ടികളെ പോലെ അവർക്ക് വേണ്ടതുണ്ടാവും. മെഡിക്കൽ എയ്ഡോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബെറ്റർ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും നമ്മൾ അവൈലബിൾ ആക്കി കൊടുക്കണം നമ്മുടെ ടീച്ചേഴ്സിന്റെ. ഇതാണ് പേജ് നമ്പർ 47 ആണ് കേട്ടോ. ടീച്ചേഴ്സ് എപ്പോഴും ഒരു ആക്റ്റീവ് കോപ്പറേഷൻ വേണം. പാരന്റ്സ് ആയിട്ട് ഒരു ആക്റ്റീവ് കോപ്പറേഷൻ വേണം. കാരണം ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്റ്റീവ് എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളൊരു ടീച്ചേഴ്സ് എപ്പോഴും പാരന്റ്സ് ആയിട്ട് നല്ലൊരു ആക്റ്റീവ് കോപ്പറേഷനോട് കൂടി നല്ലൊരു ഹാപ്പി ഹെൽത്തി എൻവയോൺമെന്റ് ആണ് കുട്ടികൾക്ക് വളരാൻ ആവശ്യമായ ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ആണ് നമ്മൾ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ഇൻ സ്കൂൾ, നമ്മള് ഫീൽ ഓഫ് സെക്യൂരിറ്റി, സെൻസ് ഓഫ് ബിലോങ്നെസ്, ഇതെല്ലാം കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇമോഷൻസ് ആണ് അല്ലെ. അവർ ഫീൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവർ സേഫ് ആണ്, അവിടെ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. സെൻസ് ഓഫ് ബിലോങ്നെസ്, നമ്മളിവിടെ സ്വതന്ത്രമായിട്ട് നമ്മൾ ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കുക, ഓരോ കാര്യം ചെയ്യാൻ കുട്ടികളെ എൻകറേജ് ചെയ്യുക, അവർ കരിക്കുലർ ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവർ നല്ല രീതിയിൽ നമ്മൾ അപ്രിഷിയേറ്റും കാര്യങ്ങളും ചെയ്യുക. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്, നമ്മൾ എപ്പോഴും ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് കൂടുതൽ നല്ലത്. ഇപ്പൊ ടീച്ചർ സെന്റേർഡിനേക്കാൾ നല്ലത് കുട്ടികൾക്ക് ആ ടോപ്പിക്ക് മനസ്സിലാകുന്നുണ്ടോ, കുട്ടിക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ക്ലാരിറ്റി വന്നിട്ടുണ്ടോ എന്നതിന് നോക്കി നമ്മൾ ആ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് അഡോപ്റ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ടീച്ചേഴ്സ് കുട്ടികളോട് എങ്ങനെയായിരിക്കണം? ലവബിൾ ആയിരിക്കണം, സിമ്പത്തറ്റിക് ആയിരിക്കണം, എംപത്തറ്റിക് ആയിരിക്കണം. അവരോട് ട്രീറ്റ് ചെയ്യുമ്പോൾ സിമ്പത്തിനേക്കാൾ കൂടുതൽ നല്ലത് എംപത്തറ്റിക് ആയിട്ട് നമ്മൾ അവരോട് നല്ല കെയറോട് കൂടി സ്നേഹത്തോടെ അവരെ ട്രീറ്റ് ചെയ്യാം. നമ്മുടെ മുമ്പിൽ വരുന്ന എല്ലാ കുട്ടികളെയും നമ്മളുടെ കുട്ടീനെ നമ്മൾ എങ്ങനെയാ ട്രീറ്റ് ചെയ്യാം, അതേ കെയറോട് കൂടി അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത്. ഇമോഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നില്ല അല്ലെ, നമ്മള് ഇമോഷൻസ് ഇങ്ങനെയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കല്ലേ ചെയ്യണത്. അത് ജസ്റ്റ് അവർക്ക് വരുന്നതാണ്. നമ്മൾ പറയും ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല എന്ന്. കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടില്ലേ? നമ്മള് ചിലപ്പം
ചെറുപ്പം മുതലേ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ, ആൺകുട്ടികൾ കരയരുത്, ആൺകുട്ടിയാണെങ്കിൽ കരയാൻ പാടില്ല. പക്ഷെ അത് അവർക്കൊരു ബേർഡൻ ആണ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത്. ചെറുപ്പം മുതലേ ഇത് കേട്ട് വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ അവന് പിന്നെ കരയുമ്പോൾ അവൻ എന്തോ പോലെ തോന്നും. അവന് ഫീലിങ്സ് ആണ്, അവന് ഇമോഷൻസും കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാനായിട്ട് പിന്നെ ആ ഒരു പ്രശ്നം ഉണ്ടാവും. നമ്മള് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കരയൂലേ? ഒരു പരിധി വരെയും കരഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഷമവും കാര്യങ്ങളൊക്കെ മാറും. പക്ഷെ നമ്മളിപ്പോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുരുഷന്മാരെ സ്ത്രീകളെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാർട്ട് അറ്റാക്ക് റേറ്റ് കൂടുതലും പുരുഷന്മാർക്കാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് വരുന്ന പ്രഷർ, അവർ ഹാൻഡിൽ ചെയ്യുന്ന സിറ്റുവേഷൻ, അവരുടെ ഇമോഷൻസും കാര്യങ്ങളും ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ചെറുപ്പം മുതലേ തുടങ്ങിയതല്ലേ കൺട്രോൾ ചെയ്ത് അവർക്ക് ഒരു സ്റ്റേജിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് മാറുന്നത്. ഇപ്പൊ ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഹെൽത്തി ഹാബിറ്റ്സ്, സെക്സ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ബാഡ് ടച്ച്, ഗുഡ് ടച്ച്, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പ്രീ സ്കൂൾ മുതൽ ബാഡ് ടച്ചും ഗുഡ് ടച്ചും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോ കുട്ടികൾ വളർന്നു പോരുന്നത് അല്ലെ? അത് ഇമ്പോർട്ടന്റ് അല്ലേ? ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? എന്നാൽ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന സമയത്ത് ഒരു ആക്ഷൻ സോങ്ങിലൂടെയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി പോലെയോ നിങ്ങൾക്ക് ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് തമ്മിലുള്ള ഡിഫറൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം ഇന്ന് കുട്ടികൾ വളർന്നു വരുന്ന സമൂഹം അത്ര സേഫ് ആണെന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ സേഫ് അല്ല എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം എന്താണ്, നമ്മൾ വായിക്കുന്ന ന്യൂസ് റിപ്പോർട്ട്സ് ആവട്ടെ, നമ്മൾ കാണുന്ന TV ചാനലുകളാവട്ടെ, എല്ലാം നമുക്ക് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റിയാണ് ഇപ്പോൾ. നമ്മൾ കുറച്ചും കൂടി പ്രിക്കോഷൻ ആയിരിക്കുക, കുട്ടികൾക്ക് ഈ ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് അഡോൾസെന്റേജിലെ കുട്ടികൾക്കായാലും കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇമോഷണൽ ബാലൻസ് വേണം. നമ്മുടെ ഇമോഷൻസിന്റെ ബാലൻസും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ടീച്ചേഴ്സ് നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് എന്താ പറയാ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഏതെങ്കിലും ബാഡ് ഇമോഷൻസ് നമ്മൾ ടീച്ചറിന്റെ ഇന്റർവെൻഷനിലൂടെ മാറിയിട്ടുണ്ടോ എന്നുള്ളത്? മാറിയിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ടീച്ചേഴ്സ് അങ്ങനെയായിരുന്നു ചെറുപ്പത്തിലൊക്കെ. എന്നെ സംബന്ധിച്ച് അങ്ങനെയുണ്ട്. എനിക്ക് ബാഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്റെ ടീച്ചർ കാരണം എനിക്ക് മാറിയിട്ടുണ്ട്. നമ്മളെ കറക്റ്റ് ചെയ്യാനും നേർവഴിക്ക് നയിക്കാനും നമ്മൾ ടീച്ചർമാരെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികളുടെ അടുത്ത് നമുക്ക് വഴക്ക് പറയാനോ അല്ലെങ്കിൽ വടിയെടുത്ത് 2 അടി കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല. കാരണം എന്താണ്? അപ്പോഴേക്കും പ്രശ്നമാവും അല്ലെ? അപ്പൊ അങ്ങനെ വടിയെടുത്ത് അടിക്കണമെന്നല്ല, കറക്റ്റ് ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിക്കഴിഞ്ഞാൽ അത് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമുക്കുണ്ട്. നമ്മൾ എല്ലാ കുട്ടികളെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. പാർഷ്വാലിറ്റി ഒന്നും പാടില്ല. എല്ലാവരും ഒരേപോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഓരോരുത്തരും ഓരോ പോയിന്റ് വായിക്കും. റോൾ ഓഫ് ടീച്ചറിൽ ഫസ്റ്റ് പോയിന്റ് ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കേടാ. Role of the teacher. Physical weakness, deformities, illness, etc., if any, should be recognized at the time of school entrance and medical aid should be made available for their children. ഫിസിക്കൽ വീക്ക്നെസ് എന്ന് വെച്ചാൽ ഫിസിക്കലി ബലഹീനതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈകല്യങ്ങൾ, അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ സ്കൂൾ എൻട്രൻസിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യാന്ന് വെച്ചാൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് അവർക്ക് മെഡിക്കൽ എയ്ഡ്, അവർക്ക് മാക്സിമം അവർക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിൽ മെഡിക്കൽ എയ്ഡും കാര്യങ്ങളും എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്. ഞാൻ എന്റെ കൂട്ടുകാരത്തിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ? അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്കൂളിൽ ചെയ്തൊരു അറേഞ്ച്മെന്റ് ആണ്. അവിടെ സ്റ്റെപ്പായിരുന്നു, ഞങ്ങളുടെ സ്കൂളിൽ സ്റ്റെപ്സ് ആയിരുന്നു. സ്റ്റെപ്സ് ഇങ്ങനെ കയറിയിട്ട് ഒരു 5 സ്റ്റെപ്പ് കയറിയിട്ടാണ് സ്കൂൾ. അത്യാവശ്യം പൊക്കത്താണ്. ഇങ്ങനെ 5 സ്റ്റെപ്പ് കയറണം. അവിടെ സ്ലോപ്പ് പോലെ എന്ത് ചെയ്തു? അവര് സ്റ്റെയർ പോലെ സ്ലോപ്പാണ് കേട്ടോ, നമ്മള് സ്റ്റെപ്പല്ല സ്ലോപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതൊരു അറേഞ്ച്മെന്റ് ആണ്. അവർക്ക് വേണ്ടിയിട്ട് PTA ഫണ്ട്, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് കൂടി തീരുമാനിച്ചൊരു ഫണ്ട് എടുത്ത് അതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് ആ ഒരു കാര്യം ചെയ്തത്. ആ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അതിൽ അവൾക്ക് ഒരുപാട് നമ്മൾ അങ്ങനെയൊക്കെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തതിൽ എന്താണ്, അവൾ അതിന് ബെനിഫിഷ്യൽ ആണ്. കാരണം ഇന്ന് അവൾ നല്ല രീതിയിൽ ആ ലൈഫ് മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ഈ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്.
അന്ന് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി തന്നെയാണ്. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും വീക്ക്നെസ്, ഫിസിക്കൽ വീക്ക്നെസ്സോ നമുക്ക് ബലഹീനതകളോ ഇൽനെസ്സോ ഉണ്ടെങ്കിൽ സ്കൂൾ എൻട്രൻസിൽ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാം. അവർക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡും കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമുക്കാണ്, നമ്മുടെ ടീച്ചേഴ്സിനാണ്. നിങ്ങൾ ഓരോരുത്തർക്കും ആണ് ആ ഉത്തരവാദിത്തം ഉള്ളത്. നെക്സ്റ്റ് പോയിന്റ്. Teacher, ആദ്യം മഞ്ജു വായിച്ചോ, അത് കഴിഞ്ഞ് വിദ്യ, പിന്നെ കാർത്തിക, പിന്നെ ശ്രീവിദ്യ. Okay, ma'am. Teachers should try to find active cooperation of the parents in making the atmosphere of their home suitable for active emotional development. നമ്മൾ ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് കുട്ടികളുടെ പാരന്റ്സിനോട് സംസാരിക്കുക. അവരുടെ വീട്ടിൽ എങ്ങനെയാണ് അവർക്ക് ഒരു ഹോം അറ്റ്മോസ്ഫിയർ, ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്, പഠിക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്, കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണോ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എപ്പോഴും ടി വി ഒക്കെ കാണുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മൾ പറയാം ടിവിയുടെ യൂസേജ് കുറച്ച് കുറയ്ക്കുക, എന്നിട്ട് കുട്ടീനെ കുറച്ചുകൂടി പഠന കാര്യങ്ങളിൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യിപ്പിക്കണം. അങ്ങനെ ഒരു ടീച്ചേഴ്സ് ആണ് ആ ഒരു കാര്യങ്ങള് ആരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിലൂടെ കുട്ടികളിൽ ഇമോഷണൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോ ഹോമിലെ സിറ്റുവേഷൻ എന്താണ്, അതേപോലെ ഹോമിൽ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇമോഷണൽ എന്താ ഒരു നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ടീച്ചർക്കാണ്. ഇപ്പൊ എല്ലാ വീടുകളിലും സെയിം അറ്റ്മോസ്ഫിയർ ആവണമെന്നില്ല. ചില വീടുകളിൽ ചിലപ്പോൾ കോൺഫ്ലിക്റ്റും തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള അറ്റ്മോസ്ഫിയർ ഉള്ള വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇമോഷണൽ ഡെവലപ്മെന്റ് സ്റ്റേബിൾ ആവണമെന്നില്ല. സോ അങ്ങനെ ഒരു കുട്ടീനെ നമുക്ക് കാണുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ. അല്ലാതെ അവനെ വഴക്ക് പറഞ്ഞിട്ട് അവൻ പഠിക്കാത്തതിന് നമ്മൾ അവനെ ഒത്തിരി കുറ്റപ്പെടുത്തിയിട്ടോ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് അവന്റെ പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിന് വേണ്ട നെസസറി സ്റ്റെപ്സ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുക്കാം. നമുക്ക് മനസ്സിലായി അവന്റെ വീട്ടിൽ പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് മനസ്സിലായി, നമ്മൾ അവരുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇങ്ങനെ ആ കുട്ടി ക്ലാസ്സിൽ ആക്റ്റീവ് അല്ല, അവൻ ക്ലാസ്സിലുള്ള സമയത്തൊക്കെ പഠിക്കുന്നുണ്ട് പക്ഷെ വീട്ടിൽ പോയിട്ട് പഠിക്കുന്നില്ല, എന്താ കാരണം എന്ന് അവരോട് ചോദിക്കുക. അവരുടെയും കൂടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാ, തീരുമാനങ്ങൾ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. the interpersonal relationship in the school should be such that should provide emotional security and a sense of belongingness to children. ഓക്കെ, നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇമോഷണൽ സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. നമ്മളൊക്കെ എന്താ പറയാ, സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു കെയറും അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അല്ലെ. അപ്പോൾ ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകൾക്ക് പറ്റും. ചെറുപ്പത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും സ്കൂൾ എങ്ങനെയെങ്കിലും ഒന്ന് എന്താണ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് കുഞ്ഞായിരുന്ന സമയത്ത് ആരോട് പറയണ്ട, സ്കൂൾ ഒന്ന് കത്തിപ്പോയാൽ മതിയെന്ന്. അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെയാണ് കുറെ ദിവസത്തേക്ക് ക്ലാസ് ഉണ്ടാവില്ലല്ലോ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം അവിടേക്ക് ഒന്ന് തിരിച്ചു പോകാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലെ. ആ ഒരു ഇമോഷണൽ സെക്യൂരിറ്റിയും ആ ഒരു എന്താ പറയാ, നമ്മൾ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിരുന്നു. ആ ഒരു ടൈമിന് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ആലോചിക്കുമ്പോൾ സങ്കടാവും അല്ലെ. അവിടെ നമുക്ക് കിട്ടിയ ഒരുപാട് ക്വാളിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ ഒരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. നമ്മളുടെ പെരുമാറ്റത്തിലൂടെ, നമ്മളുടെ റിലേഷൻഷിപ്പിലൂടെ, നമ്മുടെ കുട്ടികളോടുള്ള നമ്മളുടെ പെരുമാറ്റത്തിലൂടെ നമുക്ക് അങ്ങനെ ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. സമയത്തൊക്കെ നമുക്ക് ടീച്ചേഴ്സിനെ മിസ് ചെയ്യുമല്ലോ ഒരുപാട്. ഇനി ടീച്ചേഴ്സിനെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഇപ്പൊ കോൺവെക്കേഷൻ വരില്ല നിങ്ങൾക്ക്, അപ്പൊ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അതേ ഫീലിംഗ് ആണ്. കാരണം ഇങ്ങനെ ബാച്ച് ഇല്ലല്ലോ, ഈ സമയത്ത് എന്ത് ചെയ്യും അങ്ങനത്തെ ഫീൽ വരും. കാരണം നിങ്ങൾ കോൺവെക്കേഷൻ ടീച്ചിങ് പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം നിങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു ഒക്കെയാണ്. പക്ഷെ കോൺവെക്കേഷന്റെ സമയമാകുമ്പോൾ ഇത്രയും നാളുള്ള ബാച്ചിന്റെ കാര്യം പറയാൻ എനിക്ക് ഭയങ്കര വിഷമമുള്ള ദിവസമാണ് കോൺവെക്കേഷൻ. കാരണം നിങ്ങളുടെ ഹാപ്പിനെസ്സിൽ സന്തോഷം ഉണ്ട്, എന്നാലും പിന്നെ ആ ഒരു ബാച്ച് ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും നമുക്ക് മനസ്സിലാവും. അപ്പോ ലാസ്റ്റ് കോൺവെക്കേഷൻ കഴിഞ്ഞത് MT8 എന്ന് പറഞ്ഞൊരു ബാച്ചാണ്. നമ്മള് കണ്ടതിൽ ഏറ്റവും കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയിട്ടുള്ള, കുറച്ചും കൂടി നല്ല ഒരു എന്താ പറയാ, നല്ലൊരു ബോണ്ടായിരുന്നു അവർ തമ്മില്. അപ്പോ ആ ഒരു ബാച്ച് പോയപ്പോ ഭയങ്കര വിഷമമായി.
എല്ലാ ബാച്ച് പോയതല്ല വിഷമം, പോയതിൽ അവര് പാസ് ഔട്ട് ആയതിൽ നല്ല സന്തോഷമുണ്ട്. കാരണം ആ ബാച്ചിൽ നിന്ന് കൂടുതൽ കുട്ടികളും പ്ലേസ്ഡ് ആയി. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് കൂടുതൽ കുട്ടികളും പ്ലേസ്ഡ് ആയി, ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ഈ കുട്ടികൾ വന്ന് നമ്മളോട് പറയില്ലെങ്കിൽ മിസ് ഞങ്ങൾ ഇങ്ങനെ കാണാനായിട്ട് സങ്കടം പറയുമ്പോൾ ഞങ്ങൾക്കും വിഷമാവുന്നു. ഭയങ്കരമായിട്ടൊരു ആ ഒരു ദിവസം 2-3 ദിവസത്തേക്ക് ആ ഒരു വിഷമം മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ കോൺവെക്കേഷൻ സമയത്ത് ഞങ്ങളുടെ മുഖമൊക്കെ ബുമ്മതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത്, കാരണം വിഷമം കൊണ്ടായിരിക്കും കേട്ടോ. കാരണം ആ ഒരു ബാച്ച് പോകുന്നതിന്റെ വിഷമമായിരിക്കുള്ളൂ. അത് ശരിക്കും എനിക്ക് അന്ന് ഞാൻ ഫോട്ടോസിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം പോലെ തോന്നുന്നുണ്ട്. കാരണം മുഖം ഇങ്ങനെ ഒരു ദേഷ്യം പിടിച്ച പോലെ ഇരിക്കുക. കാരണം ആ സമയത്ത് ഞാൻ ഹാപ്പിയാണ്, കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഹാപ്പിയാണ്. പക്ഷെ അത് ഇങ്ങനെ ബാച്ച് ഇല്ലല്ലോ. എനിക്ക് ആ ഒരു ക്ലാസ്സിൽ എനിക്ക് 2 അവർ ഉണ്ടായിരുന്നു, വീക്ക്ലി 2 hours ഉണ്ടായിരുന്നു. അപ്പോൾ വീക്ക്ലി 2 hours എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ആ കുട്ടികളായിട്ട് നമുക്ക് അടുക്കാനുള്ള അവസരവും കൂടുതൽ ആക്ടിവിറ്റീസ്, നിങ്ങളെക്കാളും കൂടുതലൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട്. അപ്പം കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യും, സെമിനാർ കാര്യങ്ങളൊക്കെ ക്ലാസ് ഒക്കെ എടുക്കുകയും. അപ്പോൾ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിരുന്നു. അപ്പോ അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് സെൻഡ് ഓഫ് ഒക്കെ കഴിഞ്ഞ് 10th സെൻഡ് ഓഫ് ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? 10th സെൻഡ് ഓഫ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് തനിച്ചാ പോകുന്നത്. ആ സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. എന്തിനാന്നറിയില്ല, നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഒരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വന്നു. അതേ ഫീലിംഗ് തന്നെ എവിടെയും വരുന്നത്. നമുക്ക് എന്തൊക്കെയോ നമുക്ക് സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ നേടിയെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളായാലും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല നിങ്ങളുടെ കയ്യിലുള്ളത്, എന്തെങ്കിലും ആ ഒരു കുറച്ച് ക്വാളിറ്റീസും കൂടി നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആ ഒരു ഫീലിംഗ്, ആ ഒരു വിഷമവും കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യും. അത് അവിടെ നിൽക്കട്ടെ. ടീച്ചേഴ്സ് എപ്പോഴും കുട്ടികളായിട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല കെയർ ചെയ്യുക, നല്ല സ്നേഹത്തോടെ അവരെ ട്രീറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചോ കേട്ടോ. കാർത്തിക റീഡ് ചെയ്യുന്നുണ്ടാടാ? ആ പറഞ്ഞോടാ. ഇപ്പൊ കേക്കാടാ? കേക്കാം, പറഞ്ഞോ. Provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. കുട്ടികൾക്ക് കോ-കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. എന്നുവെച്ചാല് വൈവിധ്യമാർന്ന കോ-കരിക്കുലർ ആക്ടിവിറ്റീസ്, അവർക്ക് കൂടുതലായിട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളും കൊണ്ടുവരാൻ, അവർക്കൊരു ഇമോഷണൽ എനർജി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് കോ-കരിക്കുലർ ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ അവർ എൻഗേജ് ചെയ്യിക്കണം. ഞാൻ എന്റെ ചെറുപ്പത്തില് ഞങ്ങളുടെയൊക്കെ ഒരു 10th പഠിക്കുന്ന സമയത്ത്, ഞങ്ങളുടെ 10th ചെറുതാണ്, 8th മുതലൊക്കെ ഞങ്ങളുടെ സ്പോർട്സിന്റെ ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങള് PT അവർ കൊണ്ടുപോയിട്ട് ടീമാക്കും, 2 ടീമാക്കും. ടീമാക്കുമ്പോൾ ചിലപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട് ഓപ്പോസിറ്റ് ടീമിലായിരിക്കും കേട്ടോ, നമ്മൾ ഈ ഒരു ടീമിലും. പക്ഷെ നമ്മൾ ടീമായി കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ആക്ടിവിറ്റി വെച്ചാൽ കബഡി ആയിരിക്കുള്ളൂ. കബഡി കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. ഭയങ്കര ടീം സ്പിരിറ്റ് വേണ്ട ഒരു ഗെയിമാണ് കബഡി എന്ന് പറയുന്നത്. ഞാൻ കണ്ടതില്ല, ഞാൻ റിലേ ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ആകെ കബഡി മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ടീം സ്പിരിറ്റ് വേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഇത് കബഡി എന്ന് പറയുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ടീമിൽ നിന്ന് ഒരാൾ പോയി കഴിഞ്ഞാൽ അടുത്തിറങ്ങണ ഞാനാണെങ്കിൽ ഉറപ്പാണ് ആ ഒരു ടീമിൽ നിന്ന് ഒരാളെ ഫെയിൽ ആക്കിയിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, തിരിച്ചു വരുള്ളൂ എന്ന് ഉറപ്പിച്ചിട്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് പുറത്ത് നിൽക്കുക, അവനെ കയറ്റണം എന്നുള്ള, അല്ലെങ്കിൽ നമ്മുടെ ടീംമേറ്റ് പുറത്താണ് അപ്പൊ അവനെ കയറ്റണം എന്നുള്ള ഒരു ഫീലിംഗ്, ആ ഒരു ഫീലിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. നമുക്ക് കൂടുതലായിട്ട് കോ-കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ കുറെ കാര്യങ്ങൾ നമുക്ക് അക്യൂർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ടീം സ്പിരിറ്റ് ആണ്. എനിക്ക് കബഡി എന്ന് പറയുന്ന ഗെയിം കളിച്ചിരുന്നതിലൂടെ ടീം സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഇമോഷണലി ടീം സ്പിരിറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ടീമിന്റെ ഇപ്പൊ ഒരു തോൽവിയാണെങ്കിലും ആ ടീമിലെ എല്ലാവർക്കും ഈക്വല്, അല്ലെങ്കിൽ ഒരു വിജയമാണെങ്കിലും ആ ടീമിലെ എല്ലാവർക്കും തുല്യമായിട്ട് അത് വരുന്നു. ആ ഒരു ഫീലിംഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടോ? ഇപ്പൊ ജില്ലാ കലോത്സവത്തിനൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ജില്ലാ കലോത്സവത്തിന് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2000
8, 9 കാലഘട്ടത്തിലാണ് ഞാൻ ഉപജില്ലാ കലോത്സവത്തിന് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരുപാട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതില് ഞങ്ങളുടെ നാടകമായിരുന്നു, ആക്ടിങ് ഡ്രാമ ആയിരുന്നു. അപ്പൊ അതിൽ ഫസ്റ്റ് ഞങ്ങൾക്ക് വന്നു, ബെസ്റ്റ് ആക്ടറും കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ടീംമേറ്റിന് ഒരാൾക്ക് ബെസ്റ്റ് ആക്ടറും കിട്ടി. അപ്പൊ അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളുടെ നാടകം ഫസ്റ്റ് വന്നതിലും ബെസ്റ്റ് ആക്ടർ ഫ്രണ്ടിന് കിട്ടിയതിലും സന്തോഷമുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ എനിക്ക് സന്തോഷം തോന്നിയ ഒരു ഫീലിംഗ് എന്താണെന്ന് അറിയാമോ? ആ വർഷം ഓവറോൾ പെർഫോമർ ഉണ്ടല്ലോ, ഫസ്റ്റ് സ്കൂളുകളിൽ ഫസ്റ്റ് ഞങ്ങളുടെ സ്കൂളിലായിരുന്നു. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതിനേക്കാൾ ഹാപ്പി ആയിരുന്നു ഞാൻ സ്കൂൾ ഓവറോൾ പെർഫോമർ ആയിട്ട് മാറിയത്. അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കും തുല്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റി, എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അവർ ഭയങ്കര വലിയൊരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ടീം സ്പിരിറ്റും കാര്യങ്ങളും ഈ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൂടെ നമുക്ക് കൂടുതലും എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ നമ്മുടെ ഇമോഷണൽ എനർജീസും കാര്യങ്ങളും നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും അത് എക്സ്പ്രസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരങ്ങളാണ്. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെന്റർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. നമ്മൾ സ്വീകരിക്കേണ്ടതും നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടതും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചൈൽഡ് സെന്റേർഡ് അപ്രോച്ചാണ്. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ടീച്ചിങ് മെത്തേഡ് രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇപ്പോ ഞാൻ എന്റെ അഭിപ്രായത്തിൽ കേട്ടോ, എല്ലാ സ്കൂളുകളിലും നിങ്ങൾ ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള സ്കൂളിലാണ് പഠിപ്പിക്കാൻ പോകുന്നതെങ്കിൽ ഞാൻ പറയുന്ന മെത്തേഡ്സ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ഞാൻ ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു സെയിം ക്ലാസ്സിലെ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 2 കുട്ടികൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുന്നു. വെച്ചാല് ആദ്യത്തെ കുട്ടി ഇപ്പോ ആബ്സെന്റ് ആണെങ്കിൽ പോലും രണ്ടാമത്തെ കുട്ടി ഇപ്പോ ആബ്സെന്റ് ആയിരിക്കില്ല, അവന് പോർഷൻ എടുക്കും. അതേപോലെ ആദ്യത്തെ കുട്ടിക്ക് ആദ്യം എടുത്ത പോർഷൻ, അവൻ ആബ്സെന്റ് ആയ ദിവസത്തെ പോർഷൻസ് ഞാൻ വീണ്ടും എടുക്കും. എന്റെ അഭിപ്രായമാണ്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് പേഴ്സണൽ ഇപ്പൊ ട്യൂഷനോ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല നമ്മള് സാധാരണ എങ്ങനെയാണ്, ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടൂല. ഒരു 2-3 ദിവസം എടുക്കുമല്ലോ. നമ്മളൊന്ന് ആബ്സെന്റ് ആയി കഴിഞ്ഞാല് സ്കൂളുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ 2-3 ദിവസം എടുക്കും അതൊന്ന് ക്യാച്ചപ്പ് ചെയ്ത് വരാനായിട്ട്, അല്ലേ? അപ്പോ ഞങ്ങളുടെ ടീച്ചറില്ലേ, ഞങ്ങളുടെ മാത്സ് ടീച്ചർ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ മാത്സ് ടീച്ചർ മാത്സ് പ്രോബ്ലം ഒരു ദിവസം നമ്മൾ ആബ്സെന്റ് ആയി കഴിഞ്ഞാൽ ഒരു ലോഡ് എന്ത് ചെയ്യാനുണ്ടാവും, കോപ്പി ചെയ്യാനുണ്ടാവും, അല്ലെ? എഴുതിയെടുക്കാനുണ്ടാവും. ഞങ്ങളുടെ മാത്സ് ടീച്ചർ എന്ത് പറയുന്നറിയോ, നീ നോട്ട് കംപ്ലീറ്റ് ആക്ക്, എന്നിട്ട് ഇന്റർവെല്ലിന് ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് വരാന്ന് പറയും. ഞാൻ നോട്ട് കംപ്ലീറ്റ് ആക്കും. അപ്പോഴേക്കും നോട്ട് കംപ്ലീറ്റ് രാവിലെ വരുമ്പോ തന്നെ നോട്ട് കംപ്ലീറ്റ് ആക്കാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം മാത്സ് ടീച്ചറിന് അത്രയും പേടിയാണ് എനിക്ക്. അപ്പൊ നോട്ട് കംപ്ലീറ്റ് ആക്കും. അത് കഴിഞ്ഞ് ഇന്റർവെല്ലിൽ നമ്മൾ ചെല്ലണം. ആബ്സെന്റ് ആയിട്ടുള്ളവര് നമ്മൾ മിസ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഇതില് കറക്റ്റ് ആയിട്ട് മനസ്സിലായോ, ഇതെങ്ങനെ വന്നെന്ന് മനസ്സിലായോ, മിസ് വീണ്ടും അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. മിസ്സിന്റെ കണ്ടിന്യൂഷൻ അത് അഫക്ട് ചെയ്യില്ല. മിസ് നെക്സ്റ്റ് അവർ ക്ലാസ്സിൽ വരുമ്പോൾ മിസ് എടുക്കുന്ന ടോപ്പിക് കണ്ടിന്യൂ ചെയ്ത് പോകും. ഇപ്പൊ മാത്സ് ടീച്ചർ മാത്രം അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അതൊരു ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ഓരോ കുട്ടിക്കും പേഴ്സണൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. നമുക്ക് പറ്റും. pre-KG അല്ലെങ്കിൽ LKG UKG ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ അധികം നമ്മൾ ഒത്തിരി ടോപ്പിക് ഒരു ദിവസം കവർ ചെയ്യില്ല, അല്ലെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒത്തിരി ടോപ്പിക് കവർ ചെയ്യില്ല. ചിലപ്പോ വേർഡ്സോ അങ്ങനെ ആയിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ആബ്സെന്റ് ആണെങ്കിൽ ഞാൻ ഈ ദിവസം ഒരു ലൈനിൽ ആ ഒരു കാര്യങ്ങൾ ടോപ്പിക് പറഞ്ഞു കൊടുക്കും. പിന്നെ അവനോട് വീട്ടിൽ ചെന്നിട്ട് അത് എഴുതി വരാൻ പറയും. അപ്പൊ നമുക്ക് ആ കുട്ടിയും കൂടി അത് ട്രെയിൻഡ് ആവാണ്. അല്ലെങ്കിൽ നമ്മൾ അത് എടുത്തില്ലാത്ത പക്ഷം എന്താണ്, അവൻ ആ വേർഡോ അല്ലെങ്കിൽ ആ ഒരു ആൽഫബറ്റ്സോ കാര്യങ്ങളോ ഫുൾ എൻറ്റയർലി അവന് പോകും, അവന് കിട്ടില്ല. അത് നമ്മൾ കുറച്ചും കൂടി ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികൾക്ക് നല്ലത്. നിങ്ങൾ ടീച്ചറൊക്കെ ആവുമ്പോൾ ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് അല്ലേ അഡോപ്റ്റ് ചെയ്യുള്ളൂ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരാണ് റീഡ് ചെയ്യുന്നത്? Okay. The children should get desired love and sympathy from the teachers. Okay. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറിനെയാണ് ഇഷ്ടം? ഭയങ്കര കൂളായിട്ട് കമ്പനി ആയിട്ട് സംസാരിക്കുന്ന ടീച്ചറിനായിരിക്കും ഇഷ്ടം? നമുക്ക് അങ്ങനെയാണ്. അപ്പൊ നമ്മള് ടീച്ചർ ആവുമ്പോഴും നമ്മളെങ്ങനെയായിരിക്കണം? കുറച്ച് കൂളായിട്ട് ലവിങ് ആയിട്ട് സിമ്പത്തറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ എംപത്തറ്റിക് മൈൻഡ് ഒക്കെ ഉള്ള ടീച്ചറാവാൻ ശ്രമിക്കണം. ഓക്കെ, ഞാൻ എങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ?
ഏയ് അല്ല മാം, നമുക്ക് ഭയങ്കര ഞങ്ങളും കാമാണ് ഫീൽ ചെയ്യുന്നത് മാം വരും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ചോദിച്ചാണ് കാരണം ചിലപ്പോ എന്റെ മുഖഭാവം കാണുമ്പോ ചിലവർ പറയും ടീച്ചറിനെ കാണുമ്പോ ഭയങ്കര സാധനമാണെന്ന് വിചാരിച്ചു അടുത്ത് കഴിഞ്ഞപ്പോൾ ആ പാവാന്ന് മനസ്സിലാകും. ഞാൻ വിചാരിക്കും എന്റെ മുഖത്ത് അങ്ങനെ ഉണ്ടോ? അപ്പൊ നമ്മള് ഈ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു ചിരിയോടുകൂടി, നല്ലൊരു പുഞ്ചിരിയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു ഒരു സ്പെഷ്യൽ സ്മൈല് നമ്മളൊരു കുട്ടീനോട്, ഇപ്പൊ നിങ്ങള് കുട്ടികളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഈ ഒരു മെത്തേഡിലേക്ക് വന്നതിന് ശേഷം, അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിലേക്ക് വന്നതിന് ശേഷം ഒരു കുഞ്ഞിക്കുട്ടിനെ കാണുകയാണെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയോ? ആരൊക്കെ തുടങ്ങി അങ്ങനെ? എന്റെ മെയിൻ ആയിട്ടുള്ള തുടങ്ങിയിട്ടുണ്ട്. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ഒബ്സർവ് ചെയ്യും, പിന്നെ അവരോട് സ്മൈൽ ചെയ്യും, ജസ്റ്റ് സ്മൈൽ ചെയ്യും. അവർ നമ്മൾ പെട്ടെന്ന് നമ്മളുടെ അറ്റൻഷൻ അവരെ നമ്മളിലേക്ക് കുറച്ചും കൂടെ അടുപ്പിക്കാനായിട്ടാണ് സ്മൈലിങ്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ തന്നെ നമുക്ക് അവരെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കണ്ണുത്തി കളിക്കുന്ന, ചിലപ്പോ എന്റെ ഹസ്ബൻഡ് ചോദിക്കും നീ ആരോടാ സംസാരിക്കുന്നേ? ഞാൻ കാണിക്കും ദൂരെ ഒരു കൊച്ചുണ്ടെങ്കിൽ ഞാൻ ആ കുട്ടീനോട് സംസാരിച്ചെന്ന് പറയും. അപ്പൊ ഹസ്ബൻഡ് ചോദിക്കും ആ കുട്ടീനെ ഇങ്ങനെ കണ്ടോ, നിനക്കറിയോ? ഞാൻ പറയും ഇല്ല, അറിഞ്ഞൂടാ. പക്ഷെ എന്താണ്, നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ കുഞ്ഞു കുട്ടികൾക്ക് ബാരിയേഴ്സ് ഇല്ല, ഒരു തടസ്സങ്ങളില്ല കമ്മ്യൂണിക്കേഷന്. നമ്മൾ പെട്ടെന്ന് അവരോട് നല്ല രീതിയിൽ, നല്ല ലവിങ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പെട്ടെന്ന് അവരെ നമ്മൾ നല്ലൊരു പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റണം. ഓക്കെ, പക്ഷെ നമ്മൾ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ലവിങ് ആൻഡ് സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ പിന്നെ ഒരു പ്രശ്നമുള്ളതാണ് ഇമോഷൻസ് ആർ തോട്ട്, ദേ ആർ നോട്ട് തോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇമോഷൻസ് ആരെയും പഠിപ്പിക്കുന്നതല്ല അല്ലെ? ആൺകുട്ടികൾ കരയാൻ പാടില്ല, പെൺകുട്ടികളെ സങ്കടം വന്നു കഴിഞ്ഞാൽ കരയണം. ഇത് ആരാ പറഞ്ഞു തന്നിട്ടുള്ളത്? നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ? അത് നമ്മളെ പഠിപ്പിച്ചേക്കാം. നമ്മൾ അതല്ല, നമുക്ക് എന്താണോ ഇമോഷൻ വരുന്നത് അത് പ്രകടിപ്പിക്കുക. എന്നെ സംബന്ധിച്ച് ഇമോഷൻസ് പ്രകടിപ്പിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എനിക്കിപ്പോ ഒത്തിരി ദേഷ്യം ഉണ്ടെങ്കിൽ അല്ലേ, ദേഷ്യം മനസ്സിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തൊരു വിഷമം പോകും, ഭയങ്കര പ്രശ്നമാണത്. ഇപ്പൊ ഒരാളോട്, ഇപ്പൊ ആരോടാവട്ടെ, ഇനി ദേഷ്യം ഹൈഡ് ചെയ്യാൻ അറിഞ്ഞൂടാ, ഞാനത് പ്രകടിപ്പിക്കും. അതിപ്പോ എങ്ങനെ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാനത് പ്രകടിപ്പിക്കും. അപ്പോ അവർക്കത് മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ ഇന്നതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നതെന്നോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് ദേഷ്യം വന്നു അല്ലെങ്കിൽ വിഷമം വന്നു, അതിനെ അതോട് പ്രകടിപ്പിച്ചു എന്നുള്ളൂ. അപ്പോ ഇമോഷൻസ് ആർ തോട്ട്, ദേ ആർ നോട്ട് തോട്ട്. ഇനി പ്രൊവൈഡ് മോറൽ എഡ്യൂക്കേഷൻ ടു ഓൾ ഗ്രൂപ്പ്. എല്ലാ ഏജിലെയും കുട്ടികൾക്ക് ഒരു മോറൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടികളാണ്. അവർക്കൊന്നും അറിയില്ല, പാറ്റച്ചോ കുട്ടിച്ചോ ഒന്നും ചിന്തിക്കാനുള്ളൊരു ഇതില്ലാത്ത ഒരു ടൈമാണ്. നമ്മൾ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമുക്ക് വാത്സല്യം തോന്നുന്നേ. പക്ഷെ അങ്ങനെയല്ല കേട്ടാ. നമുക്ക് അങ്ങനെ വാത്സല്യം തോന്നുകയാണെങ്കിൽ ചില എന്താ പറയാ നീചമായിട്ട് ചിന്തകൾ മനസ്സിലുള്ള ആൾക്കാർക്ക് ഈ കുഞ്ഞു കുട്ടികളോട് വാത്സല്യത്തിന് പകരം പല ചിന്തകൾ വരുന്നുണ്ട്. നമ്മള് ന്യൂസും കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പേടിയാവാം അല്ലെ? സ്വന്തമായിട്ടൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത്രയും ടെൻഷൻ ആവുന്നൊരു, അല്ലെങ്കിൽ ആ ഒരു വിഷമം, ആ ഒരു ടെൻഷനാണ് നമുക്ക്. നമ്മുടെ സൊസൈറ്റി ഒന്നാമത് സെക്യൂർഡ് അല്ല. ഇനിയിപ്പോ ഒരു കുറ്റവാളിനെ കണ്ടെത്തിയാൽ പോലും കറക്റ്റ് ആയിട്ട് ശിക്ഷ കൊടുക്കാൻ പറ്റുന്ന ഒരു സമൂഹമോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോ ഒന്നും എവിടെ ഇല്ല, നമ്മളുടെ ഈ സ്ഥലത്തില്ല. അതൊരു കാര്യം. പിന്നെ ഇത് കുഞ്ഞു കുട്ടികളോട് നമ്മൾ പത്രമൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാല് ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങള് മിസ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ ഒരുപാട് കാര്യങ്ങൾ. നിങ്ങൾ വിചാരിക്കും പെൺകുട്ടികൾ മാത്രമാണ് മിസ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല. ഇപ്പൊ ആൺകുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കണം. പണ്ട് നമ്മളുടെയൊക്കെ ചെറുപ്പത്തില് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മളോട് മാത്രം, പെൺകുട്ടികളോട് മാത്രമായിരിക്കും പറഞ്ഞു തന്നിട്ടുള്ളത്. ആരും ദേഹത്തൊന്നും തൊടാൻ പാടില്ല. എനിക്കൊക്കെ പറഞ്ഞു തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8ാം ക്ലാസ്സോ നമ്മള് കുറച്ചും കൂടി എന്താ പറയാ ഓവലേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമൊക്കെയാണ് അമ്മ ക്ലാസ് എടുത്തിരുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ നേരത്തെ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഒരു കാലഘട്ടമാണെന്ന് അല്ലെ? അപ്പൊ നമ്മുടെ ടീച്ചിങ്ങിന്റെ മാനുവലില് അല്ലെങ്കിൽ ടീച്ചിങ് ഒരു പാർട്ടായിട്ട് തന്നെ ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്താണെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് നമ്മള് ഒരു ആക്ഷൻ സോങ്, നിങ്ങളിപ്പോ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ സോങ് കിട്ടും. ബാഡ് ടച്ചും ഗുഡ് ടച്ചും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ഷൻ സോങ്സ്. അപ്പൊ ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, നമ്മളത് ജസ്റ്റ് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നുള്ള രീതിയിൽ അതവർക്ക് പറഞ്ഞു കൊടുക്കാം. ആക്ഷൻ സോങ് എന്ന് പറയാൻ കാരണം കുട്ടികൾക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്തിരുന്നോളും. അതുകൊണ്ടാണ് കേട്ടോ. സെക്സ് എഡ്യൂക്കേഷൻ ടു അഡോളസെന്റ്
that will help them to attain emotional balance and tolerance. നമ്മൾ അഡോളസന്റ് ഏജിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അവർക്ക് ഈ സെക്സ് എഡ്യൂക്കേഷൻ നിർബന്ധമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായി അവർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ലൈഫിൽ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ റോൾ ഓഫ് ടീച്ചർ എല്ലാവരും. എല്ലാരും വായിച്ചു നോക്കിയോ? നിങ്ങള് ചെറുപ്പത്തിൽ എപ്പോഴെങ്കിലും സോഷ്യലൈസേഷൻ കേട്ടിട്ടുണ്ടോ? സോഷ്യലൈസേഷൻ നമ്മളുടെ സോഷ്യൽ ഡെവലപ്മെന്റ് തന്നെയാണ് നമ്മൾ ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ development of an individual in such a way he became a useful member in a society or a group. ഒരു സൊസൈറ്റിയിലെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് നമ്മളെ മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ ഡെവലപ്മെന്റ് എന്നോ സോഷ്യലൈസേഷൻ എന്നോ പറയാം. നമ്മളുടെ സാമൂഹിക വികസനം, മലയാളത്തിൽ അങ്ങനെ പറയുന്നത് സാമൂഹിക വികസനം അല്ലെങ്കിൽ സാമൂഹിക വൽക്കരണം എന്ന് പറയും. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മളുടെ സമൂഹത്തിന്, നമ്മുടെ സൊസൈറ്റിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ടുള്ള, നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു മെമ്പർ ആയിട്ട് മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഫാമിലി ആൻഡ് സ്കൂൾ അല്ലെ. ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ സോഷ്യലൈസേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഒന്ന് അവന്റെ ഫാമിലിയാണ്, മറ്റൊന്ന് അവന്റെ സ്കൂളാണ്. ഈ രണ്ടും കുട്ടികളുടെ ചെറുപ്പ ആ ഒരു ചൈൽഡ്ഹുഡിൽ ഏറ്റവും ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സ് ആണ്. സോഷ്യലൈസേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? ഒരു കുട്ടി ജനിച്ചു, അവൻ ആദ്യം ആരെ കാണുന്നേ? Begins with the first contact with the peoples like അമ്മയെ തിരിച്ചറിയും, അച്ഛനെ തിരിച്ചറിയും. ഒരു 1.5 മാസമൊക്കെ ആവണമല്ലേ, 1 മാസം 1.5 മാസം 3 മാസമൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ ആൾക്കാരെ തിരിച്ചറിയാൻ തുടങ്ങും. മറ്റാൾക്കാരുമായി ആദ്യം നമ്മൾ ഇങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോ ചിലപ്പോ കരച്ചിലും കാര്യങ്ങളൊക്കെ വരും. നമ്മള് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ. അതേപോലെ തന്നെ അമ്മനെ കാണാതെ ആവുമ്പോ കുട്ടി എന്ത് ചെയ്യും? വായിൽ ഇങ്ങനെ തമ്പസക്കിയും. അതെന്തുകൊണ്ടാ കുഞ്ഞുകുട്ടിയായിരിക്കും അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടാ. അവന്റെ അമ്മനെ അവനെടുക്കണം, അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, അതുകൊണ്ടാണ് തമ്പസക്കി ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് വിശന്നിട്ടൊന്നും അല്ല കേട്ടാ. പഴയ കാരണവന്മാര് പറയും ആ കുട്ടിക്ക് വിശക്കുന്നുണ്ട്, എന്താ ഫീഡ് ചെയ്തെന്ന് പറയും. അതുകൊണ്ടല്ല, അവന്റെ അമ്മനെ കാണാണ്ടായപ്പോ വിഷമായി. അവന് ആ എക്സ്പ്രസ് ചെയ്യേണ്ട കുട്ടിക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ആ രീതി. ഓക്കെ, അപ്പോ ഒരു കുട്ടി ജനിക്കുമ്പോ സോഷ്യലബിൾ ആണോ അറ്റ് ബർത്ത്? അല്ല, അവിടുത്തെ കുട്ടികള് സോഷ്യലബിൾ അല്ല. അവര് കുറച്ച് കഴിയുമ്പോ ഒരു 6 വീക്ക് ഒക്കെ കഴിയുമ്പോഴാണ് ഒന്ന് കുട്ടി ചിരിക്കുന്നത് അല്ലെ, ട്രൂ സോഷ്യൽ സ്മൈല് കാണുന്നത്. അപ്പൊ അവിടെ മുതലാണ് സോഷ്യലൈസേഷൻ സ്റ്റാർട്ടിങ്. ഞാൻ എന്റെ മോള് ജനിച്ച സമയത്ത് ആ ഒരു ടൈം പീരീഡ് കണക്ട് ചെയ്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം അവൾ ആദ്യമായിട്ടൊന്ന് ചിരിച്ചപ്പോ ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ആദ്യമായിട്ട് കുഞ്ഞു വാവ ചിരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു, ദേ മാഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ മാഷെ ദേ കുട്ടി അവൾ ചിരിച്ചിട്ടാ
ഒന്ന് ചിരിച്ചിട്ടാ എന്ന് പറഞ്ഞു. അപ്പോ എല്ലാവരും വന്നിട്ട് ചിരിക്കാൻ പറഞ്ഞു. ഞാൻ എന്നെ കണ്ടപ്പോഴാണ് ചിരിച്ചേട്ടാ. ഇല്ല ചിരിക്ക്, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടോ, അവള് ചിരിക്കണില്ല. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് മാത്രമുള്ള സമയത്ത് ചിരിക്കും. ഇപ്പൊ വീട്ടിലെല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. ആദ്യമായിട്ട് ഞങ്ങളുടെ ഫാമിലിയിൽ ജനിച്ച കുട്ടിയാണ് കുഞ്ഞു, എന്റെ മോള്. അപ്പൊ ഭയങ്കര ഒരു കെയറും കാര്യങ്ങളും കൂടുതൽ അറ്റൻഷനും കാര്യങ്ങളും കിട്ടി വളർന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ എന്നെ കാണുമ്പോൾ മാത്രമാണ് ചിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും അപ്പോഴേക്കും വിളിച്ചു വരുത്തുമ്പോഴേക്കും ആള് ചിരിയൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സ്മൈല്, സോഷ്യൽ സ്മൈലിലൂടെയാണ് കുട്ടികൾ സോഷ്യലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഗിനിങ് ഓഫ് സോഷ്യലൈസേഷൻ ആണത്. പക്ഷെ എനിക്ക് മോനുണ്ട്, രണ്ടാമത്തെ ആള് മോനാണ്. അവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. അവൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും കേട്ടോ. ഭയങ്കര എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുള്ളൂ. നമ്മള് എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മാത്രം ചിരി അത്ര എന്താ പറയാ കാണാനായിട്ട് അത്ര ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോള് വല്ലപ്പോഴും ചിരിക്കുള്ളായിരുന്നു. അപ്പൊ അത് എല്ലാവരും ഭയങ്കര അറ്റൻഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സ്മൈല് കാണാൻ വേണ്ടി അത്ര ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടാവും. നിങ്ങളും ആദ്യമായിട്ടൊരു കുട്ടി ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ ഫീലിംഗ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? നമ്മുടെ മൂത്ത കുട്ടി ജനിച്ച സമയത്ത് നമ്മൾ കൂടുതൽ കെയറും അറ്റൻഷനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. തന്നെയാണ് എല്ലാ ഫാമിലിയിലുള്ള പ്രശ്നം. ഓക്കെ, കുഴപ്പമില്ല. സ്മൈൽ റെസ്പോൺസ് ടു എ പേഴ്സൺ. ഒരു സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിനെ കാണുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ? അപ്പോ സാധാരണയായിട്ട് പ്രൈമറി നമ്മുടെ കെയർ ഗിവർ എന്നുവെച്ചാൽ അമ്മേനെ ആയിരിക്കും ഫസ്റ്റ് കുട്ടികൾ തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് 2 to 3 months ഒക്കെ ആവുമ്പോൾ ഒബ്ജക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ഒബ്ജക്ട്സും കാര്യങ്ങളും കാണുമ്പോൾ ഇങ്ങനെ നമ്മള് കളിപ്പാട്ട് ഇങ്ങനെ മുകളിൽ തൂക്കിയിടില്ലേ, കുട്ടി ഇങ്ങനെ കിടക്കുന്ന തൊട്ടിലിന്റെ മേലെയായിട്ട് ഒരു കളിപ്പാട്ട് തൂക്കില്ലേ ഇങ്ങനെ കറങ്ങുന്നത്, അത് നോക്കിയിരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? പല കളറിലെ അവരത് കാണുന്നുണ്ട്. അത് കണ്ടത് ഒബ്സർവ് ചെയ്യാണ്. പിന്നെ റെക്കഗ്നൈസിങ് ഇറ്റ്സ് മദർ. അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അത് അമ്മേടെ അടുത്ത് വരുമ്പോ കരച്ചില് മാറുന്നു നമ്മൾ പറയില്ല. അമ്മ എടുത്തു കഴിഞ്ഞാല് കരച്ചിലൊന്നും ഇല്ല. ചിലപ്പോ അത്രയും നേരം ഹാപ്പി ആയിട്ടിരിക്കുന്ന കുട്ടീനെ ജസ്റ്റ് അമ്മ ഒരു ആളുടെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് മാറിയിട്ടുണ്ടാവുള്ളൂ, അപ്പോഴേക്കും കരച്ചിലാവും, ഭയങ്കരമായിട്ട് കരയും. അപ്പൊ എന്താണ്, അവർക്ക് പേടിയായിട്ടുണ്ടാവും. ആ ഒരു സെപ്പറേഷൻ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് കുട്ടി അങ്ങനെ കരയുന്നത്. അപ്പൊ കരയുന്നു, അപ്പൊ തന്നെ നമ്മൾ വന്നെടുക്കുന്നു, ആ കരച്ചിൽ മാറി. അതെന്തുകൊണ്ടാണ്? സെപ്പറേഷൻ ആൻസൈറ്റി കുട്ടിക്ക് ഫീൽ ചെയ്തു, അതുകൊണ്ടാണ്. ഇനി കുറച്ചും കൂടി എന്താ പറയാ, ആംഗ്രി വോയിസും കാര്യങ്ങളൊക്കെ ഒരു 4-5 മാസമൊക്കെ ആകുമ്പോൾ സ്മൈലിംഗ് ഫേസ്, പിന്നെ ഫ്രണ്ട്ലി ആൻഡ് ആംഗ്രി വോയിസും കാര്യങ്ങളൊക്കെ അവര് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആംഗ്രി വോയിസും അതേപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ അവര് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു 6-7 മാസമൊക്കെ ആയി കഴിയുമ്പോൾ അവർക്ക് ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും തിരിച്ചറിയാൻ പറ്റും. അവരെ സ്ഥിരം കാണുന്ന വ്യക്തികളുടെ അടുത്തേക്ക് അവർ പോകും. അപ്പൊ കൈയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് അവർ കാണുന്ന വ്യക്തിയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകും. പെട്ടെന്ന് പുതുതായിട്ട് കാണുന്ന വ്യക്തികൾ, സ്ട്രേഞ്ചേഴ്സ് എന്ന് തന്നെ പറയാം, സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്തേക്ക് അവർ പോകില്ല. കുട്ടീനെ സംബന്ധിച്ച് സ്ട്രേഞ്ചർ ആയിരിക്കും. അപ്പൊ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കുട്ടി പോകണമെന്നില്ല. ഒരു 8-9 മാസമൊക്കെ ആകുമ്പോൾ ബേബി ട്രൈ ടു ഇമിറ്റേറ്റ് ദ സ്പീച്ച്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഹൈഡ് ആൻഡ് സീക്ക് കളിക്കില്ലേ, അതൊക്കെ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും? എൻജോയ് ചെയ്യാനായിട്ട് തുടങ്ങും. ജസ്റ്റ് സിമ്പിൾ ടു ആക്ട് ഫോർ അതേഴ്സ്. നമ്മൾ എന്ത് കാണിച്ചാൽ അതേപോലെയൊക്കെ കാണിക്കാൻ തുടങ്ങും. 12 months ഒക്കെ ആയി കഴിയുമ്പോൾ ബേബി റിയാക്ട് ടു ദ വാണിംഗ് ലൈക്ക് നോനോ. എന്റെ മോളെ എപ്പോഴാണ് നോനോ പറഞ്ഞിരുന്നത്? നമുക്ക് ഫുഡ് കൊടുക്കൂലേ, ആ സമയത്ത് നോനോ വേണ്ട, നോനോ അപ്പോഴാ പറയുന്നേ, നോനോ പറയും. ഭയങ്കര കഷ്ടമായിരുന്നു കേട്ടാ നോനോ പറയുന്നത്. ഞാൻ ഫുഡ് കൊടുക്കുമ്പോ മാത്രം നോനോ. എങ്ങനെ പഠിച്ചെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നോയ പറയുന്നേ. നമ്മള് വേണ്ടാന്ന് പറയില്ല, നോനോ പറയും. അത് ആ ബാഡിങ്സും കാര്യങ്ങളൊക്കെ ഒരു 12 months ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ പറയാനായിട്ട് തുടങ്ങും. ഓക്കെ, നമുക്ക് വായിക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഇൻഫൻസി, ഓരോ പോയിന്റ്സ് വായിക്കോ? At birth, infants are no sociable. നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റ് ബർത്ത് എങ്ങനെയാണ് കുട്ടികൾ ജനിക്കുന്ന സമയത്ത് സോഷ്യലബിൾ അല്ല. നെക്സ്റ്റ് പോയിന്റ് ഞാൻ വായിക്കാം. At around the age of 6 weeks, a true social smiling response to a person appears, and this is considered as the beginning of socialization. ഒരു 6 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ കുട്ടികളിൽ ആ ഒരു പുഞ്ചിരി, ചെറിയൊരു പുഞ്ചിരി കാണാനായിട്ട് തുടങ്ങും. അതാണ് സോഷ്യലൈസേഷന്റെ ഫസ്റ്റ് ബിഗിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്.
2 to 3 months infants can identify people from inanimate objects, recognize its mother, and are unhappy on separation. അവർക്ക് പീപ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങും, ഒബ്ജക്ട്സ് ഐഡന്റിഫൈ ചെയ്യും, അവർ അമ്മേനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അമ്മേനെ കാണാതെ വരുമ്പോൾ അവര് അൺഹാപ്പി ആവും. അൺഹാപ്പി ആവുന്നു, സെപ്പറേഷൻ ടൈമിൽ കുട്ടികൾ അൺഹാപ്പി ആവുന്നു. അത് ഏത് ടൈപ്പ് ഓഫ് ആൻസൈറ്റി ആണ്? സെപ്പറേഷൻ ആൻസൈറ്റി ആണ് ട്ടോ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. 4 to 5 months friendly to scolding and to smiling faces and to friendly and to angry voice. ഓക്കെ, 4 to 5 months ഒക്കെ ആകുമ്പോഴേക്കും അവർ ഡിഫറെന്റ് രീതിയിൽ സ്കോൾ ചെയ്യാൻ തുടങ്ങും, സ്മൈൽ ചെയ്യാൻ തുടങ്ങും, ഫ്രണ്ട്ലി ആൻഡ് ആംഗ്രി വോയിസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമുക്കത് കേട്ടാൽ മനസ്സിലാകും, കുട്ടികളുടെ ആംഗ്രി വോയിസും ഫ്രണ്ട്ലി വോയിസ് ഒക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ്. 6 to 7 months, babies distinguish between friends and strangers by smiling at the former and showing ear in the presence of the latter. ഓക്കെ, അപ്പൊ നമ്മള് കുട്ടികളുടെ 6 മുതൽ 7 മാസമൊക്കെ ആകുമ്പോഴാണ് അവർ ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നത്. സ്ട്രേഞ്ചേഴ്സ് ആണെങ്കിൽ അവര് ചിലപ്പോ അവരുടെ അടുത്തേക്ക് പോവില്ല, കുട്ടി ആ സ്ട്രേഞ്ചറിന്റെ അടുത്തേക്ക് പോവില്ല, കുട്ടി മാറി നിൽക്കും. അതേപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ട് ആണെങ്കിൽ കുട്ടീന്റെ കൈ കാണിക്കുമ്പോൾ തന്നെ ചിലപ്പോ പോകും, കണ്ടിട്ടുള്ളവരാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സിനെയും സ്ട്രേഞ്ചേഴ്സിനെയും ഒരു 6 മുതൽ 7 മാസത്തിനുള്ളിൽ കുട്ടികൾ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങും. നെക്സ്റ്റ് പോയിന്റ്. മാം അവിടെ ഫിയർ അല്ലേ മാം? ഇയർ എന്ന് പറയുന്നത് ഷോ ഫിയർ പ്രസൻസ്. ഞാൻ മനസ്സിലാലേ, അതങ്ങനെ ആക്കോടാ. ഒന്ന് ഫിയർ എന്നാക്കോ? ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. 8 to 9 months. ഓക്കെ, ഞാൻ പറഞ്ഞു, അനുപ്രിയ പറഞ്ഞു. നെക്സ്റ്റ് ബിൻസി റീഡ് ചെയ്യാം. 8 to 9 months. Baby try to imitate the speech, gestures, and simple act of others. നമ്മുടെ സ്പീച്ച്, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ അവര് സംസാരിക്കും, ജെസ്റ്റേഴ്സ്, സ്മൈലൊക്കെ ചെയ്യാൻ തുടങ്ങും. അപ്പം ചെറിയ കാര്യങ്ങൾ സ്പീച്ച് ചെയ്യാൻ തുടങ്ങും. ഞങ്ങളുടെ എന്റെ മോളുടെ കാര്യം പറയുകയാണെങ്കിൽ അവളുടെ സ്പീച്ച് ഇപ്പോൾ ഓർമ്മയുണ്ട്. ആദ്യം അവള് സംസാരിച്ചു തുടങ്ങിയപ്പോ പറഞ്ഞ അക്ഷരം, മലയാള അക്ഷരം ചായ ആയിരുന്നു കേട്ടോ. ചാ പറഞ്ഞിട്ട് ചായ ആണല്ലോ പറയണത്. അപ്പൊ ഓക്കെ, ചാ പറയണം, നല്ല ഇതാണ്, ചാ പറഞ്ഞു. ഞാൻ അമ്മേന്നൊക്കെ ഇടയ്ക്ക് ട്രെയിൻ ചെയ്യിക്കും കേട്ടോ. അമ്മേന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിക്കും. അവൾ ആദ്യം പറഞ്ഞത് ചായയാണ്. അത് കഴിഞ്ഞ് ഒരു 9 months ഒക്കെ ആയപ്പോഴേക്കും ചാ കറക്റ്റ് ആയിട്ട് ചാ പറയാൻ തുടങ്ങി. ഒരു 10 months ഒക്കെ ആയപ്പോഴേക്കും അവള് അച്ഛാന്ന് പറഞ്ഞു. അച്ഛ ഓക്കെ, അച്ഛ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ പറയും, കുട്ടി അമ്മേനേക്കാൾ ഇഷ്ടം അച്ഛനെയാണ്, അതുകൊണ്ട് അച്ഛന്ന് പറഞ്ഞു. ഓക്കെ, പറഞ്ഞോട്ടെ, അടുത്തത് അമ്മ പറയിരിക്കും. ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ട്രെയിനിങ് തുടങ്ങും. ഒരു രാവിലെ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഞാനും എന്ത് ചെയ്യും, അമ്മ എന്ന് പറ, അമ്മയുടെ വാ എന്നൊക്കെ പറഞ്ഞ് ട്രെയിനിങ് കൊടുക്കും. പക്ഷെ എന്ത് ചെയ്തു, അവള് അച്ഛാന്ന് പറഞ്ഞു, അച്ചച്ചാന്ന് പറഞ്ഞു, ചാച്ചാന്ന് പറഞ്ഞു. ഇത്രയും പേര് പറഞ്ഞു കേട്ടാ. 1 വയസ്സൊക്കെ ആയപ്പോഴേക്ക് ഇത്രയും പേര് പറയാനൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് എന്നാ അമ്മ എന്ന് വിളിക്കാനായിട്ട് എനിക്ക് തോന്നുന്നു 1.25 വയസ്സ് എടുത്തു. 1.25 വയസ്സ് 1.25 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ എന്ന് വിളിച്ചു തുടങ്ങിയത്. ബാക്കി എല്ലാ വേർഡും പറയും, പശുവിബ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ എന്ന് പറഞ്ഞത്. പറയാൻ ഭയങ്കര ഇതായിരുന്നു. പിന്നെ എന്നെ വിളിച്ചിരുന്നത് വിളിക്കും ഇങ്ങനെ, അമ്മ എന്നല്ല വിളിച്ചിരുന്നത്, എന്നാ ആമോ, അങ്ങനെ ആമോ, അങ്ങനെ എന്തോ വിളിച്ചിരുന്നത്. പിന്നെ അമ്മ എന്ന് പറഞ്ഞു. ഇപ്പോഴും അമ്മ എന്ന് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എന്റെ പേരാ വിളിക്കുന്ന ആള്, ഇപ്പോഴും അതേ പേരാ വിളിക്കുന്നത്. അപ്പൊ എല്ലാവരും പേര് വിളിക്കുന്ന കേൾക്കുമ്പോ എന്നെ വിളിക്കുന്നത് എന്റെ പേര്. വീട്ടിൽ വിളിക്കുമ്പോ നമുക്കൊരു പേരുണ്ടല്ലോ, ആ നെയ്മാണ് അവള് വിളിക്കുന്നത്. പിന്നെ എന്തെങ്കിലും കാര്യത്തിൽ വിളിക്കണമെങ്കിൽ അമ്മോ ഇവിടെ വന്നേ എന്നാ പറയണേ. വലിയ ആളെ പോലെ സംസാരിക്കണം ഇപ്പൊ. അപ്പൊ ആദ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്പീച്ചൊക്കെ ഇമിറ്റേറ്റ് ചെയ്യും എന്നൊക്കെ പറയും. ഞാൻ കുറെ ട്രെയിൻ ചെയ്യിച്ചാണ് അമ്മ എന്ന് പറയാന്നും പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. അവളുടേതായ രീതിയിൽ അവൾ അച്ഛ പറഞ്ഞു, അച്ചച്ച പറഞ്ഞു, അങ്ങനെ.
ഇനി 12 months ആരാ വായിക്കുന്നേ? Miss, ഞാൻ വായിക്കാം. Okay. 12 months, the baby reacts to the warning, no, no. ഓക്കെ, ബേബി ഒരു 12 months ഒക്കെ ആവുമ്പോ നോ നോ വാണിംഗ് പറയാൻ തുടങ്ങും. അപ്പൊ വേണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടെങ്കിലൊക്കെ അവര് ഒന്നില്ലെങ്കിൽ ഹെഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നോ നോ പറയാനൊക്കെ തുടങ്ങും. ഞാൻ സാധാരണയായിട്ട് കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ഈ നോ നോ വാണിങ്സ് കൂടുതലും അവർ പറയുന്നത്, ഫുഡ് വേണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ആണ് മോറൽ ഡെവലപ്മെന്റ് ബിഗിൻസ് ഇൻ സെക്കൻഡ് ഇയർ ഓഫ് ദ ലൈഫ് ഇൻ എവറിഡേ കണ്ടക്ട് വിത്ത് അറ്റാച്ച്മെന്റ് ഫിഗേഴ്സ്. നമ്മള് കുട്ടികളെ പ്രീ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് കുറച്ചും കൂടി സോഷ്യലബിൾ ആകുന്നത് അല്ലെ. ഒരു സൊസൈറ്റിയിൽ അവര് പ്രീ സ്കൂൾ ഇപ്പൊ നഴ്സറിയിലായാലും കുട്ടികൾ ഒരുമിച്ച് വരുമ്പോഴാണ് കുറച്ചും കൂടി സോഷ്യലൈസ്ഡ് ആവുന്നത്. അവരുടെ ബിഹേവിയറിലും കാര്യങ്ങളിലും കുറച്ച് മാറ്റങ്ങൾ വരുന്നത്, അവർ കുറച്ച് വാല്യൂസും കാര്യങ്ങളും പഠിക്കുന്നത്, ഷെയറിങ് ഹാബിറ്റ്, ഹെൽപ്പിംഗ് ഹാബിറ്റ്, എങ്ങനെ ഒരുമിച്ച് കളിക്കണം, എങ്ങനെയാണ് ഡിസ്പ്യൂട്ട്സ് കോംപ്രമൈസ് ആക്കേണ്ടത്, എങ്ങനെ ബിഹേവ് ചെയ്യണം, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, അതേപോലെ തന്നെ പാരന്റ്സിനോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്ന എപ്പോഴാണ്? ഈ പ്രീ സ്കൂൾ ഇയേഴ്സിലാണ്. At the end of important and busy social period, children will attain many important understanding. കുട്ടികൾ ഈ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴും കുട്ടികൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും. അത് കുറച്ചും കൂടി സോഷ്യൽ സിറ്റുവേഷൻ, കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. അപ്പോൾ 3 to 6 years എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് അല്ലെ. പ്രീ സ്കൂൾ ഏജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ് ഇത് 3 to 6 years. നമ്മൾ ഷെയറിങ് ഹാബിറ്റും ഹെൽപ്പിംഗ് ഹാബിറ്റും മ്യൂച്വൽ എയ്ഡ്, പിന്നെ പരസ്പരമുള്ള സഹായങ്ങൾ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് എന്ത് 3 to 6 years എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി ആദ്യം ഒരു 3 years വരെയും നമ്മളെ ഫാമിലി തന്നെയായിരിക്കും, നമ്മളുടെ ഒപ്പം തന്നെ ആയിരിക്കും അവൾ കൂടുതലും കാര്യങ്ങൾ നമ്മളുടെ ഒപ്പം ഒരിക്കലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആയിരിക്കും അവർക്ക് കൂടുതൽ കോണ്ടാക്റ്റും കാര്യങ്ങളും. പിന്നീട് നമുക്ക് മാറ്റം വരുന്നത് കാണാൻ പറ്റും. നമ്മൾ നേഴ്സറിയിലൊക്കെ വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ടീച്ചറിനെ കുറിച്ച് പറയുന്നു, ടീച്ചറിനെ ഇഷ്ടമാണ്, ടീച്ചർ സംസാരിക്കുന്നു, ടീച്ചർ ഇങ്ങനെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്, നമ്മളെ തിരുത്തുമല്ലേ വന്നിട്ട്, അമ്മയ്ക്ക് അറിയില്ല എന്റെ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു തിരുത്തും. അത്രയും വാല്യുബിൾ ആയിട്ട് ഭയങ്കര കെയറിങ് ആയിട്ട് സംസാരിക്കും നമുക്ക് ഫീൽ ചെയ്യും. വെച്ചാല് നേഴ്സറി നമ്മളെല്ലാവരും ബാക്കി നമ്മളെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരെയും മറന്നു പോയിട്ടുണ്ടാവല്ലേ, ഇല്ലേ? ഇപ്പൊ നമ്മുടെ ഡിഗ്രിക്കൊക്കെ പഠിപ്പിച്ച PG-ക്കൊക്കെ പഠിപ്പിച്ച ടീച്ചർമാരൊക്കെ പേരുകൾ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. ഞാനും അതേട്ട മറന്നു പോയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ നേഴ്സറിയിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് മറന്നിട്ടില്ല. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, ശ്യാമല ടീച്ചർ എന്ന പേര്. അത് മറന്നിട്ടേ ഇല്ല. ആ ഒരു പ്രീ സ്കൂൾ ഇയേഴ്സിൽ നമ്മളെ പഠിപ്പിച്ച് നമ്മൾക്ക് വേണ്ട, ഞങ്ങളൊന്നും പഠിക്കുമ്പോ KG സെഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. KG LKG അങ്ങനെ അധികം അങ്ങനെയില്ല. അപ്പൊ ആ ഒരു ടൈമില് ഞാൻ പഠിപ്പിച്ച ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്യാമല ടീച്ചർ തന്നെയാ. അപ്പൊ ആ ടീച്ചറിന്റെ പേര് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച ടീച്ചറിന്റെ പേര് അറിഞ്ഞൂടാ, സെക്കൻഡ് അറിഞ്ഞൂടാ, അതൊക്കെ മറന്നുപോയി. പക്ഷെ ഈ ടീച്ചറിന്റെ പേര് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. അപ്പോ ഒത്തിരി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രീ സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഒരു കുട്ടിയുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം, നല്ല രീതിയിൽ അവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങൾ അവരെ കുറച്ചും കൂടി സോഷ്യലബിൾ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തത് നമ്മളുടെ ഓരോ പ്രവർത്തികളാണ്. അപ്പോൾ ഒരു കുട്ടി ആ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആ കുട്ടികളോട് ഇൻക്ലൂഡ് ചെയ്ത് ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കുക, വർക്ക് ചെയ്യിപ്പിക്കുക. ഒരു വർക്കിലൂടെ കുട്ടികളെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് നല്ല ക്വാളിറ്റീസ് അവരിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അവരെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുക. പിന്നെന്താണ്, കുട്ടികൾ കുറച്ചും കൂടി എന്താ പറയാ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആരെ ഈ പാരഗ്രാഫ് റീഡ് ചെയ്യുന്നേ? ഓക്കെ, ശ്രീവിദ്യ റീഡ് ചെയ്തോളാം. Moral development begins in the second year of life in everyday contacts with attachment figures. During the preschool years, age 3 to 6, children continue to be socialized to learn the values and behaviors expected by their family. Sharing, helping, playing together amicably, setting disputes with words, and restarting impulses are some of the behaviors children
learn from attentive parents and other adults during the preschool years. By the end of this important and busy social period, children will have attained many important and busy social period. Children will have attained many important understandings that will serve them as they grow older and some across increasingly complex social situations in the course of middle childhood and adolescence. നമ്മള് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ് സെക്കൻഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ കുറച്ചും കൂടി മാറ്റങ്ങൾ വരും. അവർ സംസാരിക്കാൻ തുടങ്ങുന്നു, വേർഡ്സ് ഫോം ചെയ്യുന്നു, സെന്റൻസും കാര്യങ്ങളും നമ്മളോട് സംസാരിക്കണം. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ആ കുട്ടികളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇൻ എവറിഡേ കണ്ടസ്റ്റ് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു ടൈം പീരീഡിലാണ്. പ്രീ സ്കൂൾ ഇയേഴ്സിലേക്ക് കടക്കുമ്പോൾ കുട്ടികളിൽ കുറേ മാറ്റങ്ങൾ വരും. എന്താ പറയുക, നമ്മള് വീട്ടില് ഭയങ്കര കുറുമ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കുട്ടി ഒരു കുറച്ച് നാള് നേഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്കും അവന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് നിങ്ങള്? കുറച്ച് ഇപ്പൊ ചിലപ്പോ ഫുഡൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ വാരിയായിരിക്കും ഫുഡ് നമ്മളെ കൊടുക്കായിരിക്കും ചെയ്യുന്നത്. പക്ഷെ അവർ നേഴ്സറി പോയി കഴിയുമ്പോൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഫുഡ് കഴിക്കുന്നതായാലും എന്തും അവർ സ്വയമേ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒത്തിരി സോഷ്യലബിൾ ആവുന്നത് കാണാൻ പറ്റും. പണ്ട് സംസാരിക്കാനൊക്കെ മടിയൊക്കെ കാണിച്ചിരുന്ന കുട്ടികൾ സംസാരിക്കുന്നതും കുറച്ചുകൂടി സോഷ്യലൈസ്ഡ് ആവുന്നതും പിന്നെ ഷെയറിങ്, മറ്റൊരു ചോക്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാല് ആ ചോക്ലേറ്റ് നമുക്ക് ഷെയർ ചെയ്യുന്നു, വീട്ടിൽ കൊണ്ടുവന്ന് ഷെയർ ചെയ്ത് തരും. പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും, നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അവര് ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ആ ഗ്രൂപ്പായിട്ട് നല്ലൊരു മിംഗ്ലിംഗ് ടീം സ്പിരിറ്റും കാര്യങ്ങളും വരുന്നു. ഇനി തർക്കങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ഏതൊരു ഗ്രൂപ്പിലും തർക്കങ്ങളും കാര്യങ്ങളും വരും. അങ്ങനെ തർക്കങ്ങൾ വരുമ്പോൾ അത് സ്വയമേ സോൾവ് ചെയ്ത് ഡിസ്പ്യൂട്ടും കാര്യങ്ങളും സോൾവ് ചെയ്യാനായിട്ട് കുട്ടികൾ തയ്യാറാകുന്നു. ഇപ്പൊ നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റ് സംബന്ധിച്ചാണെങ്കിൽ തർക്കങ്ങൾ വരാൻ മെറ്റീരിയൽസിന്റെ പേരിൽ തർക്കങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാ മോണ്ടിസോറി സ്കൂളിലും എല്ലാ സെയിം സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ പിങ്ക് ടവർ ഒരു സെറ്റ് ഉള്ളെങ്കിൽ ചിലപ്പോ ആ പിങ്ക് ടവർ ഒരു കുട്ടി വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അടുത്ത കുട്ടിക്ക് അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ചിലപ്പോ രണ്ട് കുട്ടികളും കൂടി ഒരുമിച്ച് വരും, ആ പിങ്ക് ടവറിന് വരും, പിങ്ക് ടവർ വേണമെന്ന് പറയും. അപ്പൊ ആ കുട്ടികൾ തന്നെ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ആദ്യം നീ വർക്ക് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാട്ടാ എന്നൊരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് അവർ വരും. ആ ഡിസ്പ്യൂട്ട് അവർ പരസ്പരം സോൾവ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. നമ്മള് ആക്ടിവിറ്റീസ് കുറച്ച് നാളായി ചെയ്തിട്ട് അല്ലെ? ലാസ്റ്റ് ചെയ്ത ആക്ടിവിറ്റി ഏതാണെന്ന് പറയാവോ? Color tablet. Color box. ഓക്കെ, കളർ ടാബ്ലറ്റ്സ്, കളർ ബോക്സ്. ഫ്രെയിം ചെയ്തിട്ടുണ്ടോ നിങ്ങള്? No ma'am. പിങ്ക് ടവറോ? No ma'am. ഞാനിപ്പോ ഫ്രെയിമും പിങ്ക് ടവർ ഏതാ പറഞ്ഞുതരാൻ പറ്റിയപ്പോ? ഫ്രെയിം തരാം. നമ്മൾ മോണ്ടിസോറിയില് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഏത്? ഈ ഡ്രസ്സിംഗ് ഫ്രെയിം എന്ന് പറയുന്നത്. ഫ്രെയിംസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഫ്രെയിംസ് ഇപ്പൊ കാണാൻ പറ്റും. ഇതിൽ ആദ്യം കാണുന്നത് ബട്ടൺ ഫ്രെയിം ആണ് കേട്ടോ. ഓരോന്നും എടുത്ത് കാണിച്ചു തരാം. ആദ്യം കാണുന്നത് ബട്ടൺ ഫ്രെയിം ആണ്. ഇത് ചെയ്ത് നല്ലത്. ഈ മെറ്റീരിയൽ ആണ് ബട്ടണിങ് ഫ്രെയിം എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ബട്ടണിങ് ഫ്രെയിം കേട്ടോ. ബട്ടണിങ് ഫ്രെയിം എന്ന് വെച്ചാൽ കുട്ടികള് നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ ബട്ടൺസ് ഇല്ല, അതേപോലത്തെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇടാനും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം ആണ് ഇത്.
ബട്ടണിങ് ഫ്രെയിം കേട്ടോ. ബട്ടണിങ് ഫ്രെയിമില് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് പറഞ്ഞാല് ഇത് ക്രാഫ്റ്റിന്റെ ഒക്കെ കടയില്ലേ അവിടെ ഉണ്ടാവും ഈ വുഡ് ചെറിയ പീസില് വുഡ് പീസ് ഉണ്ടോ ഈ സ്ക്വയറിലും ഈ പീസ് ക്രാഫ്റ്റിന്റെ ഒക്കെ കടയിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇതേപോലത്തെ പീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു 20 or 40 അത്രയും റേറ്റ് വരുന്നുള്ളൂ ഒരു പീസിന്. അപ്പോ അതില് നമ്മള് സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ഫ്രെയിം സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോ ഇപ്പൊ മടിയാണെന്ന് വിചാരിക്കും, നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും അറിയില്ല, അതേപോലെ തന്നെ അങ്ങനെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ പഴയ ഷർട്ട് ഉണ്ടാവില്ലേ വീട്ടില്, ഫാമിലി ആരെങ്കിലും പഴയ ഷർട്ട്, അപ്പൊ അത് നമ്മൾ ആ കഴുത്തിൽ ആ ഒരു കോളറും ഭാഗവും കട്ട് ചെയ്തിട്ട് ആ ഒരു സ്ക്വയർ പീസിൽ ആ ഫ്രണ്ട് പോർഷൻ സ്ക്വയർ പീസിൽ എന്ത് ചെയ്യാം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രെയിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വുഡ് കിട്ടിയില്ല, ഈ വുഡിന്റെ പോലത്തെ ഫ്രെയിം കിട്ടിയില്ലെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കാർഡ്ബോർഡില്ലേ, കാർഡ്ബോർഡ് അത്യാവശ്യം കനമുള്ള കാർഡ്ബോർഡ് പേസ് ആക്കി വെക്കുകയാണെങ്കിൽ കറക്റ്റ് അളവിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഈ കാർഡ്ബോർഡ് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബലം ഉണ്ടാവും. ഓക്കെ, ഇതാണ് ബട്ടണിങ് ഫ്രെയിം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് നോക്കിയിട്ട് വരും ചെയ്യാൻ പറ്റുമെന്ന്. ബട്ടണിങ് ഫ്രെയിം കേട്ടോ. ഫ്രെയിംസ് 5 ഉണ്ട്. ഒരു ബേസ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ചെയ്താൽ മതി, ബാക്കി മെറ്റീരിയൽ നമുക്ക് റീപ്ലേസ് ചെയ്തിടാൻ പറ്റും. അപ്പൊ ഈ ഒരു ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അടുത്ത ഫ്രെയിം നമുക്ക് സ്വയമേ അടുത്ത ഫ്രെയിം ആയിട്ട് ചെയ്യണമെന്നില്ല, ആ ക്ലോത്ത് മാത്രം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഫ്രെയിമിൽ അത് ഫിക്സ് ചെയ്താൽ മതിയാവുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. ആദ്യം ബട്ടണിങ് ഫ്രെയിം ചെയ്യട്ടെ എല്ലാവരും. കളറൊന്നും ഇല്ലാടാ, ഇതിൽ ബട്ടൺസ് വേണം എന്നുള്ളൂ. കുട്ടികളുടെ ബട്ടൺസ് എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഇടാൻ പറ്റും അങ്ങനെ അറേഞ്ച് ചെയ്യുന്നു. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 6 or 7 years ആയ കുട്ടിക്ക് പോലും പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഇടാൻ അറിയില്ല. നമ്മൾ പഠിപ്പിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അറേഞ്ച് ചെയ്യുന്ന രീതി അങ്ങനത്തെ തെറ്റാണ്. ഈ ബട്ടണിങ് ഫ്രെയിംസ് അവര് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അവർക്ക് നോർമലി സ്വയമേ ബട്ടൺസും കാര്യങ്ങളും ഇടാൻ പറ്റും. നമ്മളുടെ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഹെൽപ്പ് അവർക്ക് വേണ്ട വരില്ല. ഓക്കെ, അപ്പൊ അവർ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ലൈഫ് ലെസൺസ് കൂടുതൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിംസ് യൂസ് ചെയ്യുന്നത്. ആദ്യം പറഞ്ഞത് ബട്ടണിങ് ഫ്രെയിം ആണ്. ഒരു ക്ലോത്ത് എടുത്തിട്ട് ആദ്യം സ്റ്റിച്ച് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് സിമ്പിൾ ആണ്. ക്ലോത്ത് എടുത്ത് 4 വശവും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാം, ബട്ടൺസ് ഫിക്സ് ചെയ്യാം, ഈ സൈഡിൽ ഹോൾ ഇടാം, അവിടെയും നമ്മൾ നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആണ് സംഭവം. വെനസ്ഡേ 24 അല്ല, ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഞങ്ങൾ പോവാണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ മിസ്, എനിക്ക് വയ്യാത്തോണ്ടൊന്നും തലയിൽ ക്ലിക്ക്, അപ്പൊ ഇനി അത് എന്താന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്, മറന്നു ഡേറ്റ്. നെക്സ്റ്റ് വീക്ക് ഇനി വരുള്ളൂ. 17th അല്ലേ, 31st ആവും. ഓക്കെ മിസ്. അപ്പൊ ഇത്തിരി വരികയും അത്യാവശ്യം വുഡ് കിട്ടുമോ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മഞ്ജുന്റെ വീട് എന്റെ വീട് മാരഡാണ് മിസ്, എറണാകുളം. പിന്നെ ഞാൻ ചോദിക്കണ ഇപ്പൊ ഒരു ഫയലൊക്കെ ഇല്ലേ നമ്മളിങ്ങനെ പേപ്പർ കയറ്റി വെക്കണ പ്ലാസ്റ്റിക്, അങ്ങനത്തെ ആയാലും മതിയാ കാണാൻ? നിങ്ങള് കുറച്ചൊന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കട്ടെ ബട്ടണിങ് ഫ്രെയിംസ്. എനിക്ക് മനസ്സിലായി, അത് റീപ്പർ എന്ന് പറയും മിസ് പറഞ്ഞിട്ട്, റീപ്പർ പോലെയുള്ള എനിക്ക് തോന്നിയത്. നോക്കട്ടെ, ട്രൈ ചെയ്യാം മിസ്. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ എത്ര ദിവസം ഉണ്ടാവും? അങ്ങനെ എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരുവാടാ. 22nd ക്രിസ്മസ് സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഒന്നും പറഞ്ഞില്ല മിസ്. ആരാണ് 22nd മൺഡേ ആരാണ്? അശ്വതി മിസ്. ക്രിസ്മസ് സെലിബ്രേഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് കേട്ടോ. 22nd. ഓക്കെ, അപ്പൊ എന്നാ നിങ്ങക്ക് ഫുൾ ഫ്രീഡം തരും. നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാം. ഡാൻസ്, പാട്ട്, ക്രിസ്മസിന് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പക്ഷെ ക്രിസ്മസ് ഫ്രണ്ട് മാത്രം ഇടാൻ പറ്റില്ലല്ലോ, വിഷമാവില്ലേ? ഞങ്ങളുടെ ക്ലാസ്സിലെ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയുണ്ട് മിസ്. ക്ലാസ്സിലാ? ഈ ക്ലാസ്സിലല്ല, വേറെ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങക്ക്. അപ്പൊ അതില് എന്നിട്ട് അവരിങ്ങനെ തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ അകലെയുള്ളവരിങ്ങനെ പോസ്റ്റിൽ അയക്കുന്നു ഗിഫ്റ്റും കാർഡും കാര്യങ്ങളൊക്കെ.
അതെ, അങ്ങനെ ചെയ്യണോ അല്ലെങ്കിൽ സെറിമണിയുടെ അന്ന് കൊടുക്കണോ എന്നൊക്കെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കണേ. അല്ലേ ഞങ്ങൾക്ക് ഉണ്ട് ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ ഉണ്ട് നമ്മുടെ അതെ ടീച്ചറെ, ഈ ആ, PG-ക്കാരുടെ ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ചല്ലേ ക്ലാസ് നടക്കണത്. അപ്പം ഞങ്ങൾക്ക് സെറിമണി ഒരുമിച്ചായിരിക്കോ രണ്ടുപേരുടെ? ഒരുമിച്ചായിരിക്കും. അതാണ് ഞങ്ങൾക്ക് ഒരു ഡൗട്ടായിട്ട് നിൽക്കണ്ടായിരുന്നു. സെറിമണി നമ്മൾ അവിടെ വെച്ച് ഭയങ്കര വിഷമാവല്ലെങ്കിൽ നിങ്ങൾ ഡിപ്ലോമക്കാർ ആദ്യം വന്ന് പിന്നെ PG-ക്കാർ വരുമ്പോ സർട്ടിഫിക്കറ്റ് പ്രോസസിംഗ് ടൈം രണ്ടുപേർക്കും ഓരോ ടൈം 2 മാസം എടുക്കും. 2 months അടുപ്പിച്ചെടുക്കും. PG ആയാലും ഡിപ്ലോമ ആയാലും 2 months എടുക്കും. അപ്പൊ ഇവരെ സർട്ടിഫിക്കറ്റ് പ്രോസസിംഗ് ടൈമിനുള്ളിൽ നിങ്ങളുടെ PG-യുടെ കോഴ്സ് കംപ്ലീറ്റ് ആകും. നിങ്ങളുടെയും കൂടി ഒരുമിച്ച് അവരത് കറക്റ്റ് ചെയ്ത് ആ ഡിപ്ലോമയുടെയും PG-യുടെയും കൂടി ഒരുമിച്ച് സെറിമണി കണ്ടക്ട് ചെയ്യാറ്. മാം ഒരു ഡൗട്ട് കൂടി, നമുക്ക് ഡിപ്ലോമ ക്ലാസ് 10 മാസമാണോ 12 മാസമാണോ? ഡിപ്ലോമ ക്ലാസ് 10 മാസമാണ്, PG ക്ലാസ് 12 മാസമാണ്. ഓക്കെ. PG ക്ലാസ്സുകാർക്ക് 12 months-ഉം ഡിപ്ലോമയ്ക്ക് 10 months-ഉം. പക്ഷേ ടൈം പറയുമ്പോ 1 year കോഴ്സ് ആയിട്ട് വരും ഇവിടെ. ക്ലാസ് 10 months കംപ്ലീറ്റ് ആയാലും എക്സാമും ഈ സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങളും പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ 2 months എന്തായാലും വരും. സൈൻ ഔട്ട് പറയട്ടെ. പിന്നുള്ള 2 month പൈസ അടയ്ക്കേണ്ടി വരില്ലല്ലോ? എന്താടാ നിങ്ങൾ ഫീസ് കംപ്ലീറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ അടക്കില്ലല്ലോ അല്ലേ? എനിക്കറിയില്ല കേട്ടോ. ഏപ്രിലായിരിക്കും വരിക. ടേം എക്സാം കഴിഞ്ഞിട്ടില്ലല്ലോ? ഒന്നും ആയിട്ടില്ല മിസ്. നിങ്ങളുടെ ബാച്ചിന് ഏത് മാസം സ്റ്റാർട്ട് ചെയ്തേ? ഓഗസ്റ്റ് ആണ്. ജൂലൈയിൽ അഡ്മിഷൻ എടുക്കുന്നേ ഉള്ളൂ. സെപ്റ്റംബർ, ഒക്ടോബർ, ഫെബ്രുവരി, മാർച്ച് ഒക്കെ ആകുമ്പോഴേക്കും ടേം എക്സാം വരും. ജൂണിൽ എനിക്ക് അറിയുന്നില്ല കറക്റ്റ് ആയിട്ട് ഡേറ്റ് അറിയിക്കും കേട്ടോ. മാം ഗ്രൂപ്പിലിടും. ടേം എക്സാം ഉണ്ടാവും 2-3 മാസത്തിനുള്ളിൽ. ഈ ഒരു പോർഷൻ തീരൂലേ, നമ്മുടെ പാർട്ട് 2 കംപ്ലീറ്റ് ആകുമ്പോൾ ടേം എക്സാം വരും. അത് കഴിഞ്ഞിട്ട് പാർട്ട് 3 ഫോറും എടുക്കും. അപ്പോൾ ടേം 2 വരും, പിന്നെ മെയിൻ എക്സാം. അങ്ങനെ വരുന്നത്. കോൺവെക്കേഷന് ടൈം എടുക്കുമോ? കോൺവെക്കേഷന് ഒത്തിരി ടൈം ഒന്നും എടുക്കില്ല. 2 months. 2 months, 1.5 months അല്ലെങ്കിൽ 2 months. ഓക്കെ, താങ്ക് യു ഓൾ. അരസനോട് പറയുന്നേ മഞ്ജു കഷ്ടപ്പെട്ടിരിക്കുകയാണ് വയ്യാണ്ട്. അതെ, എനിക്ക് വയ്യാണ്ടിരിക്കും. ആരും പറയാല്ലെങ്കിൽ പറയാം. എന്തായാലും ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിനും പിന്നെ കുട്ടികളുടെ ഓരോ ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ പറയണ്ട്. ഇപ്പം നമ്മളിപ്പം കുട്ടികളെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട്, പിള്ളേരുടെ ഓരോ പെരുമാറ്റം കുട്ടികളെ കാണുമ്പോൾ. പിന്നെ ഇതിൽ പറയണ ഓരോ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് ഇനി പോകുമ്പോ പിള്ളേരെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് നല്ല രീതിയിൽ ടീച്ചർ പറഞ്ഞു തന്നെയുണ്ട്. ഞങ്ങൾക്ക് അത് ഞങ്ങളത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും മിസ്. പിന്നെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കും ഇന്ന് ക്ലാസ് എടുത്ത മിസ്സിനും നന്ദി പറയുന്നു. താങ്ക് യു ഓൾ. Thank you, ma'am.